ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആൻഡ് ഫ്ലോ മെഷർമെൻറ്റ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടിരുന്നു. ഇന്നത്തെ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ആ ചില ക്വസ്റ്റ്യൻസിൽ കുറച്ച് എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് വേണ്ടി വരുന്ന കേസുകളുണ്ടായിരുന്നു. ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ ഒരു ഫ്ലൂയിഡ് ഫ്ലോയിൽ എഫക്റ്റ് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നമുക്കൊരു ഫ്ലൂയിഡ് ഫ്ലോ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിന് മോഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറയുക. അപ്പോൾ അവിടെ എന്തെങ്കിലും അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഒക്കെ എഫക്റ്റിലായിരിക്കും ആ മോഷൻസ് പാർട്ടിക്കിൾസിന് കിട്ടുന്നത്. അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ എത്രത്തോളം ആ ഒരു ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യുന്നോ അത്രയും ടൈം അത് മോഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മോഷനും ഫോഴ്സും ഒക്കെ ഡീൽ ചെയ്യുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു മേഖലയാണ് ഡയനാമിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഡയനാമിക്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ റെസ്റ്റിലായിരിക്കുന്ന ഒരു ഫ്ലൂയിഡിനെ പറ്റി പഠിക്കുന്ന മേഖലയാണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് കൺസിഡർ ചെയ്യാതെയുള്ള മോഷനെ പറ്റി പഠിക്കുന്ന ഒരു മേഖലയുണ്ട്, അതാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അതിൽ കൈനമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോഴ്സ് കണക്ട് ചെയ്യുന്ന ഡയനാമിക്സിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഫ്ലോ എങ്ങനെ മെഷർ ചെയ്യുന്നു, അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സിനെ പരിചയപ്പെടാം. അപ്പം നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്, കംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിന് ഇനിയും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പല ബേസിൽ അതിനെ വീണ്ടും വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി ഫ്ലൂയിഡാണ്, ഒരിക്കലും അവൈലബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഫ്ലൂയിഡ് അല്ല ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ. പക്ഷെ നമ്മുടെ പല ഇക്വേഷൻസും ഫ്ലൂയിഡ് മെക്കാനിക്സിലെ പല ഇക്വേഷനും ഡിറൈവ് ചെയ്തിരിക്കുന്നതൊക്കെ ഫ്ലൂയിഡ് ഐഡിയൽ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഐഡിയൽ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഉണ്ടായിരിക്കില്ല, അതായത് വിസ്കോസിറ്റി 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവിസ്കസ് ആയിരിക്കും, പിന്നെ അത് കംപ്രസ് ആവുകയില്ല, ഇൻകംപ്രസിബിളും ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അത് നാച്ചുറലി ശരിക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് അല്ല. അപ്പോൾ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആവുന്ന ഒരു ടൈപ്പ് ഫ്ലൂയിഡാണ് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ അതെന്തായാലും വിസ്കോസിറ്റി പോസ് ചെയ്തിരിക്കും. പിന്നെ വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, അല്ലെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു മ്യൂ du/dy. ഈ ഒരു ലോ ഫോളോ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. അത് ഫോളോ ചെയ്യാത്ത ഫ്ലൂയിഡിനെ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡും എന്നും വിളിക്കും. ഇനി ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആണെങ്കിൽ അതൊരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് തന്നെയാണ്, ന്യൂട്ടൺസ് ലോ ഫോളോ ചെയ്യും, ആൻഡ് അതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഈൽഡ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫ്ലൂയിഡിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അടുത്തൊരു ടൈപ്പാണ് കംപ്രസിബിൾ ഫ്ലൂയിഡ്. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് പറയും. നമുക്ക് കംപ്രസ് ചെയ്ത് അതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇനി എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ഷേപ്പൊന്നും മാറുന്നില്ല, കംപ്രസ് ആവുന്നില്ല എങ്കിൽ അതിനെ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കും. ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി ഗ്രേഡിയൻറ്റും ഷിയർ സ്ട്രെസ്സും കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. അപ്പം ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ആണെങ്കിൽ അത് ഈക്വലി ആയി വരുന്ന രീതിയിൽ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് അത് ഫോളോ ചെയ്യും, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഫോളോ ചെയ്യും. ഐഡിയൽ ഫ്ലൂയിഡ് ആണെങ്കിൽ അതിനെന്തുണ്ടാവില്ല, വിസ്കോസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതായത് ആ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു മ്യൂ du/dy ആയിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ടോ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ വരും. ടോ ഈസ് ഈക്വൽ ടു മ്യൂവിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത്
ടോ ഈസ് ഈക്വൽ ടു 0 ആവും. അപ്പോൾ അവിടെ എന്തായി, ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ന്യൂട്ടൺസ് ലോ ഫോളോ ചെയ്യാത്ത ഫ്ലൂയിഡാണ് നോൺ ന്യൂട്ടോണിയൻ. ഇനി ഇതേ ഷേപ്പിൽ ഇതേ ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ വരുന്നതാണ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. പക്ഷേ അതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഈൽഡ് വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി വെർട്ടിക്കലി വരുന്ന ഒരു കേസാണ് ഐഡിയൽ സോളിഡ് എന്ന് പറയുന്നത്. അപ്പം അതിന് മോഷനൊന്നും പ്രൊവൈഡ് ചെയ്യാൻ, അതിൻ്റെ പാർട്ടിക്കിൾസിന് മോഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിസ്കോസിറ്റീനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിസ്കോസിറ്റി അതിൻ്റെ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റീനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. അത് വിസ്കോസിറ്റി എങ്ങനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നത്, റെസിസ്റ്റൻസ് ഏതെല്ലാം രീതിയിലാണ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഇവിടെ ഒരു ഫ്ലോറിൽ ഒരു ഡ്രോപ്പ് വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് ഇൻസേർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഫ്ലോറുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലം, അപ്പോൾ ഫ്ലോർ എന്ന് പറയുന്നത് സ്റ്റേഷനറിയാണ്. ആ സ്ഥലത്ത് എന്തായിരിക്കും, അതിന് വെലോസിറ്റി വളരെ കുറവായിരിക്കും, അതായത് 0 ആയിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട ലെയർ, ഇപ്പോൾ ഇത് മൊത്തം ഒരു ഡ്രോപ്പാണ്, അതിലെ ബേസ് ലെയറാണ് നമ്മൾ പറഞ്ഞത് 0 ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലെ ലെയറിനേക്കാളും കുറച്ചുകൂടെ വെലോസിറ്റി ഉണ്ടാവും. വീണ്ടും അടുത്ത ലെയർ കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടും. അങ്ങനെ ടോപ്പ് ലെയറിനായിരിക്കും അവിടെ മാക്സിമം വെലോസിറ്റി വരിക. ഇത് ഒരു ഫ്ലോറിൽ ഒരു ഡ്രോപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന കേസാണ് പറഞ്ഞത്. ഇപ്പം മുകളിൽ വേറൊരു പ്ലേറ്റ് വരികയാണെങ്കിലൊക്കെ വേറെ രീതിയിൽ മാറും. ആ പ്ലേറ്റിന് എത്ര വെലോസിറ്റി ഉണ്ടോ ആ സ്പീഡിൽ അത് മാറും. ഇനി രണ്ട് സൈഡിൽ ഒരു പൈപ്പിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ പല രീതിയിലായിരിക്കും വരിക. അപ്പോൾ ഇതാണ് ഒരു ഫ്ലോ, റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ വിസ്കോസിറ്റി 2 ടൈപ്പ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി നമുക്ക് ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിൽ എക്സേർട്ട് ചെയ്യുന്ന വാരിയസ് ഫോഴ്സുകൾ ഏതെല്ലാം എന്ന് നോക്കാം. നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫോഴ്സുകളാണ് പ്രഷർ ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. അപ്പോൾ ഈ 3 ഫോഴ്സുകളും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ഇക്വേഷനാണ് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫ്ലോയിങ് ഫ്ലൂയിഡ്സിൻ്റെ ഫോഴ്സ്, ഈ 3 ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ കിട്ടുന്ന ഇക്വേഷനാണ് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഈ നേവിയർ സ്റ്റോക്ക് ഇക്വേഷന് പല കൺസിഡറേഷനൊക്കെ കൊടുത്തിട്ടാണ് നമുക്ക് ഊളേഴ്സ് ഇക്വേഷൻ അങ്ങനെ പല രീതിയിലുള്ള ഇക്വേഷനായിട്ട് അത് മാറുന്നത്. നമുക്ക് ഊളേഴ്സ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഊളേഴ്സ് ഇക്വേഷൻ. ഇത് ശരിക്കും ഒരു മോഷൻ ഇക്വേഷനാണ്, ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ഒരു മോഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ അത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഊളേഴ്സ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആ ഒരു ബേസിലുമാണ് ഊളേഴ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് ബെർണോളിസ് തിയറം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ബെർണോളിസ് തിയറം. ആ ബെർണോളിസ് തിയറം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഊളേഴ്സ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഊളേഴ്സ് ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡി പി ബൈ റോ പ്ലസ് വി ഡി വി പ്ലസ് ജി ഡി സെഡ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഊളേഴ്സ് ഇക്വേഷൻ വരുന്നത്. അത് മൊമെൻ്റ് ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ വിസ്കസ് ഫോഴ്സ്, ഇപ്പം നേരത്തെ നമ്മൾ 3 ഫോഴ്സുകൾ പറഞ്ഞിരുന്നു, പ്രഷർ ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്. ആ വിസ്കസ് ഫോഴ്സ് കൺസിഡർ ചെയ്യില്ല. വിസ്കസ് ഫോഴ്സ് അതായത് വിസ്കോസിറ്റി 0 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഊളേഴ്സ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ വരുന്ന കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഫോഴ്സ് വരും, ഗ്രാവിറ്റി ഫോഴ്സ് വരും. സോ നമ്മൾ ഊളേഴ്സിൻ്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി ഫ്ലോ ആണ്, ഐഡിയൽ ഫ്ലൂയിഡാണ്. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡിന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വിസ്കോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കൺസെപ്റ്റിൽ ബേസ് ചെയ്യുന്ന ഇക്വേഷനാണ്. അപ്പോൾ അത് ഒരു റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ അത് ചെറിയ രീതിയിൽ മാറ്റം വരാം. അടുത്തതായിട്ട് വരുന്ന ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ. ഏറ്റവും കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ഒരുപാട് വരുന്ന ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ക്രോസ് സെക്ഷൻ 1, 2 എന്ന് ഏരിയ, ഇവിടുത്തെ ഡയമീറ്റർ, ഏരിയ, ഈ ഒരു പോയിന്റിലെ പ്രഷർ, ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്
രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേഷൻസ് അവൈലബിൾ ആണ്. രണ്ടും സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. P1/ρ പ്ലസ് V1² 2 പ്ലസ് GZ1 ഈസ് ഈക്വൽ ടു, അതായത് ഈ സെക്ഷനിലെ ഈ പ്രഷർ, വെലോസിറ്റി, ഡാറ്റം, ആ കാര്യങ്ങളൊക്കെ ഈ പോയിന്റിലെ പ്രഷർ, വെലോസിറ്റി, ഡാറ്റുമായിട്ട് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി, പ്രഷർ എനർജി, പൊട്ടൻഷ്യൽ എനർജി, ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തു. അതിനെയാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് അടിയിലും എഴുതിയത്. നമ്മൾ എല്ലാ ടൈമിനെയും ഒന്ന് G കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ P1/ρg പ്ലസ് V1² 2G പ്ലസ് Z1. അപ്പോൾ ഈ ഒരു ടൈമിനെ നമ്മൾ വിളിക്കുക പ്രഷർ ഹെഡ് എന്നാണ്. ഈ ഒരു ടൈം V² 2G എന്ന് പറയുന്നത് വെലോസിറ്റി ഹെഡാണ്. Z1 എന്ന് പറയുന്നത് ഡാറ്റം ഹെഡാണ്. അപ്പോൾ 3 എനർജിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. ടോട്ടൽ എനർജി റിമൈൻസ് കോൺസ്റ്റൻ്റ് എന്നാണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഊളേഴ്സ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഊളേഴ്സ് ഇക്വേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തതാണ്. ഊളേഴ്സ് ഇക്വേഷൻ ആണെങ്കിൽ മൊമെൻറ്റം ബേസ്ഡ് ഉള്ള ഇക്വേഷനാണ് ഊളേഴ്സ് ഇക്വേഷൻ. ബെർണോളിസ് ആകുമ്പം എനർജി ബേസ്ഡ് ഇക്വേഷനാണ്. ഇത് സർ ഐസക് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനുമായിട്ട് ബേസ് ചെയ്യുന്നൊരു ഇക്വേഷനുമാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്തും കുറച്ച് അസംഷൻസ്, ആ ഒരു അസംഷൻ്റെ ബേസിലാണ് ഈ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അസംഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പം ഫ്ലൂയിഡ് ഈസ് ഐഡിയൽ, ഫ്ലൂയിഡ് ഈസ് സ്റ്റഡി, ഫ്ലൂയിഡ് ഈസ് കണ്ടിന്യൂസ്, ഫ്ലൂയിഡ് ഈസ് ഇൻകംപ്രസിബിൾ, ഫ്ലൂയിഡ് ഈസ് നോൺ വിസ്കസ്, ഫ്ലൂയിഡ് ഈസ് ഇറൊട്ടേഷണൽ. ഇതിലെ കുറച്ച് ടേമുകളൊക്കെ നമ്മൾ ഫ്ലൂയിഡ് കൈനറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഫ്ലൂയിഡ് ഫ്ലോനെ, ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ ഒക്കെ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് അടുത്ത ക്ലാസ്സിലൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് വരുന്നതായിരിക്കും. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. പിന്നെ ചാനലിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് ഇൻക്രീസ് ചെയ്താലേ ഉള്ളൂ. നല്ല രീതിയിൽ നിങ്ങളൊരു സപ്പോർട്ട് കിട്ടിയാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. സോ നമ്മൾ ഈ പറഞ്ഞ അസംഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ ഒരു ബെർണോളിസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഒരുപാട് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായി നമുക്ക് ആ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതെല്ലാമാണ്, ഫ്ലോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ മീറ്റേഴ്സ്. അപ്പോൾ കൂടുതലും നമ്മൾ ഒരു ഹെഡ്, പ്രഷർ ഹെഡിനെ ബേസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റിൽ നിന്നും റീഡിങ് കിട്ടുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒറിഫൈസ് പ്ലേറ്റ് ഉണ്ട്, വെഞ്ചുറി ട്യൂബ് ഉണ്ട് അല്ലെങ്കിൽ വെഞ്ചുറി മീറ്റർ, ഫ്ലോ നോസിൽ, പിറ്ററ്റ് ട്യൂബ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റേഴ്സ്, റോട്ടാമീറ്റർ, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഹെഡിനെ ബേസ് ചെയ്തിട്ട്, അതായത് നമ്മൾ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാനോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യേണ്ടി വരും. യൂട്യൂബ് മാനോമീറ്റർ, ഇൻവേഴ്സ് യൂട്യൂബ് മാനോമീറ്റർ, അങ്ങനെയുള്ള ഡിഫറൻഷ്യൽ മാനോമീറ്റർ, പല ടൈപ്പ് മാനോമീറ്റർ, അതൊക്കെ പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്താലായിരിക്കും ഇത്രയും ഡിവൈസസ് വർക്ക് ചെയ്തിരിക്കുന്നത്. പ്രഷറിൻ്റെ റിലേറ്റ് ചെയ്യുന്ന റീഡിങ്ങുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ഒറിഫൈസ് പ്ലേറ്റും വെഞ്ചുറി മീറ്റർ, ഫ്ലോ നോസിൽ, പിറ്ററ്റ് ട്യൂബ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ടൈപ്പിൽ വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ. അത് പ്രഷറിനെ ബേസ് ചെയ്തിട്ടല്ല, വേറെ രീതിയിലായിരിക്കും അതിൽ റീഡിങ് കിട്ടുക. അതേപോലെ റോട്ടാമീറ്റർ, അതിനെ വാരിയബിൾ മീറ്റർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഒന്നും പ്രഷറിനെ ബേസ് ചെയ്തിട്ടല്ല റീഡിങ് വരുന്നത്.
പിന്നെ വരുന്നത് മെക്കാനിക്കൽ ഫ്ലോ മീറ്റേഴ്സാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, ടർബൈൻ ഫ്ലോ മീറ്റർ. പിന്നെ അടുത്തൊരു ടൈപ്പ് വരുന്നത് അനിമോമീറ്ററാണ്. അതിൽ കപ്പ് ടൈപ്പ് അനിമോമീറ്റർ, ഹോട്ട് വയർ അനിമോമീറ്റർ, അൾട്രാസോണിക് അടുത്ത ടൈപ്പായിട്ട് വരുന്നതാണ്. അൾട്രാസോണിക് ഫ്ലോ മീറ്റർ, വോർട്ടക്സ് ഫ്ലോ മീറ്റർ. അപ്പോൾ ഇതൊക്കെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പല ഇൻസ്ട്രുമെൻറ്റ്സും നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ, അതായത് ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ആൻഡ് ചില ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് വെലോസിറ്റി, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിലിൽ പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് വെഞ്ചറി മീറ്റർ എന്ന് പറയുന്നത്. വെഞ്ചറി മീറ്റർ എന്ന് പറയുമ്പം അതിന് 3 സെക്ഷനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു ഷോർട്ട് കൺവേർജിങ് പാർട്ട് ഉണ്ടാവും, പിന്നെ നടുക്കിൽ സെൻറ്ററിൽ വരുന്ന ഒരു ത്രോട്ട് ഉണ്ടാവും, ആൻഡ് ഡൈവേർജിങ് പാർട്ട്. ആ ഒരു 3 പാർട്ടായിട്ടാണ് നമ്മൾ വെഞ്ചറി മീറ്ററിനെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ഡിസ്ചാർജ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആംഗിൾ ഓഫ് കൺവേർജൻസ്, അതായത് ഈ ഒരു ഏരിയയുടെ അത് 20 to 22 ഡിഗ്രി വരെ വരും. ആംഗിൾ ഓഫ് ഡൈവേർജൻസ്, അതായത് ഈ ഒരു പോർഷൻ്റെ ഏരിയ ആംഗിൾ എന്ന് പറയുന്നത് 6 to 7 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആംഗിൾ 7 ഡിഗ്രിയിൽ കൂടാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്ലോ സെപ്പറേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും 7 ഡിഗ്രിയിൽ കുറച്ചിട്ടേ ആംഗിൾ ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. ഇതിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും സെക്ഷൻ 1, 2 എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ പോയിൻ്റ് വെച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാനോമീറ്ററൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രഷറിൻ്റെ റീഡിംഗ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. എത്രയാണ് അതിൻ്റെ ലിംബ് റീഡിംഗ് ഒക്കെ നോക്കും. പിന്നെ സെക്ഷൻ 1 ഏരിയ, സെക്ഷൻ 2 ഏരിയ, അതായത് ഈ A1 A2 എന്ന് പറയുന്നത്, ഈ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ H കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഇവിടെ നിന്ന് മാനോമീറ്ററിൽ നിന്ന് കിട്ടുന്ന റീഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് H കാൽക്കുലേറ്റ് ചെയ്യും. ഈ G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആണ്. Q ഈസ് ഈക്വൽ ടു A1 A2 √2GH ഓൾ ഡിവൈഡഡ് ബൈ √A1² മൈനസ് A2². അതാണ് തിയറിറ്റിക്കൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ. പിന്നെ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അതിനെ CD എന്ന് പറഞ്ഞ ഒരു വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇട്ട്, അപ്പോൾ ആ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആണ്. സോ നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് ആണ് കിട്ടേണ്ടതെങ്കിൽ CD കൊണ്ട് തിയറിറ്റിക്കൽ ഡിസ്ചാർജ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ഡിസ്ചാർജ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. CD ഇൻറ്റു തിയറിറ്റിക്കൽ ഡിസ്ചാർജ് ആണ് നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ CD വാല്യൂ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് CD, വെഞ്ചറി മീറ്ററിൻ്റെ CD എത്രയാണ് എന്നുള്ളത്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എത്രയാണെന്നുള്ളത്. അപ്പോൾ CDയുടെ വാല്യൂ എല്ലായ്പ്പോഴും 1 കുറവായിരിക്കും. അത് ഏത് ഡിവൈസ് ആയി കഴിഞ്ഞാലും 1 കുറവായിരിക്കും. വെഞ്ചറി മീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് മീറ്ററാണ് വെഞ്ചറി മീറ്റർ. അതിൻ്റെ CD വാല്യൂ നോക്കുകയാണെങ്കിൽ 0.94 to 0.98 ആണ് വാല്യൂ വരുന്നത്. അത് വളരെ ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് വെഞ്ചറി മീറ്റർ എന്ന് പറയുന്നത്. ഈ വെഞ്ചറി മീറ്റർ വർക്ക് ചെയ്യുന്നത് ബെർണോളിസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. സിമിലറായിട്ട് അടുത്തൊരു ഡിവൈസാണ് നമുക്ക് വരുന്നത് ഒറിഫൈസ് മീറ്റർ. ഒറിഫൈസ് മീറ്ററിൽ നമ്മൾ ഇപ്പോൾ വെഞ്ചറി മീറ്റർ ആയാലും ഒറിഫൈസ് മീറ്റർ ആയാലും ഒക്കെ ഫ്ലോ ത്രൂ പൈപ്പ്സ്, ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒറിഫൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒറിഫൈസ് മീൻസ് ഒരു പ്ലേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുക, അതിനെയാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറഞ്ഞിട്ട് മീൻ ചെയ്യുക. അപ്പോൾ അത് സർക്കുലർ ഓപ്പണിംഗ് ആവാം, റെക്റ്റാങ്കുലർ ആവാം, ട്രയാങ്കുലർ ആവാം, ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിൽ ഒരു ഓപ്പണിങ് കൊടുക്കുക, അത് ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫ്ലോ 2 സൈഡിലും, പ്ലേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ കണക്ട് ചെയ്ത് പ്രഷർ ഡിഫറൻസ് ഒക്കെ എടുക്കുക.
അങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്മോൾ ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വീന കോൺട്രാക്റ്റ എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏരിയ ഡയമീറ്റർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഫ്ലോ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നു, ഒരു ജെറ്റ് ഫോം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഒരു ജെറ്റ് ഫോം പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന് മാക്സിമം കോൺട്രാക്ഷൻ വരുന്നൊരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻറ്റിനെയാണ് നമ്മൾ വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ആ പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അത് സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. ആ കോൺട്രാക്ഷൻ കഴിഞ്ഞ് വീണ്ടും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് വൈഡ് ആവാൻ തുടങ്ങും. അപ്പം മിനിമം ഏരിയ വരുന്നൊരു പോയിൻ്റാണ്, ഒരു ജെറ്റിൻ്റെ മിനിമം ഏരിയ വരുന്നൊരു പോയിൻ്റാണ് വീന കോൺട്രാക്റ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോ മെഷറിങ്ങിന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. Q is equal to CD A1 A2 √2GH ഡിവൈഡഡ് ബൈ √A1 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ. വെഞ്ചറി മീറ്ററിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഇതിൻ്റെ CD വാല്യൂ കുറവായിരിക്കും. വെഞ്ചറി മീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല ഒറിഫൈസ് മീറ്റർ. 0.64 to 0.76 ആണ് അതിൻ്റെ CD വാല്യൂ വരുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂവും ഓർത്ത് വെക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യനിലൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു സംഭവമാണ് CD, ഒറിഫൈസ് മീറ്ററിൻ്റെ CD എന്ന് പറയുന്നത്. അടുത്തൊരു ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ CD ഓൾറെഡി പറഞ്ഞിരുന്നു, ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറിറ്റിക്കൽ ഡിസ്ചാർജ്, അതാണ് CD എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടേം വരുന്നത് CV ആണ്, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. അത് ഡിസ്ചാർജിൻ്റെ കേസ് പോലെ തന്നെ ആക്ച്വൽ വെലോസിറ്റി ബൈ തിയറിറ്റിക്കൽ വെലോസിറ്റിയാണ് CV എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീന കോൺട്രാക്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ, CC എന്ന ടേം. അപ്പോൾ CC ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിഫൈസ്. വീന കോൺട്രാക്റ്റയിൽ ആ മിനിമം കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഡിവൈഡഡ് ബൈ ഒറിഫൈസിൻ്റെ ഏരിയ എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് CC കിട്ടും. ഇനി വേറൊരു റിലേഷനും കൂടി ഉണ്ട്, ഇത് PSCക്കൊക്കെ ചോദിക്കുന്ന ഒരു റിലേഷനാണ്. CC ഈസ് ഈക്വൽ ടു CD ബൈ CV. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ കിട്ടും. ഇത്രയാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻസ്. കൂടുതലും എത്രയോ തവണ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിവൈസാണ് പിറ്ററ്റ് ട്യൂബ്. പിറ്ററ്റ് ട്യൂബ് നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് ഡിവൈസസും റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. പിറ്ററ്റ് ട്യൂബ് വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല വെലോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹൈ വെലോസിറ്റിയിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി കൂടുതലുണ്ടാവും. വെലോസിറ്റി കൂടുമ്പം കൈനറ്റിക് എനർജി കൂടും. ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു പിറ്ററ്റ് ട്യൂബ്, ഒരു L ഷേപ്പ്, ഒരു 90 ഡിഗ്രി വരുന്ന ഒരു ബെൻഡ് ഷേപ്പിലുള്ള ഒരു ട്യൂബാണ് പിറ്ററ്റ് ട്യൂബ്. ഒരു ഗ്ലാസ് കൊണ്ടൊക്കെ കൺസ്ട്രക്ട് ചെയ്തൊരു ട്യൂബാണ്. അങ്ങനെ ഒരു പിറ്ററ്റ് ട്യൂബ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ എന്താവും, ആ ഒരു ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്താവും, ഒരു കുറഞ്ഞിട്ട് 0 വാല്യൂവിൽ എത്തുകയും അവിടെ ഒരു കൺവേർഷൻ നടക്കുകയും ചെയ്യും. കൈനറ്റിക് എനർജി പ്രഷർ എനർജി ആയിട്ട് കൺവേർഷൻ നടത്തുകയും ചെയ്യും. സോ പ്രഷർ ഹെഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. ആ ഒരു ഹെഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേഷൻസ് നടത്താൻ പറ്റും, വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത് √2GH. ഈ H എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ഹൈറ്റിനെയാണ് നമ്മൾ H എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. സോ ഇങ്ങനെയാണ് അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക. വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പിറ്ററ്റ് ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആക്ച്വൽ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ CV എന്ന് പറഞ്ഞ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്തൊരു ഡിവൈസാണ് റോട്ടാമീറ്റർ. റോട്ടാമീറ്ററും റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ മാനോമീറ്ററോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല അതിൻ്റെ പ്രഷർ ഡിഫറൻസ് ഒന്നും എടുക്കുന്നത്. ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ശരിക്കും ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, അതിൻ്റെ മുകളിൽ കുറച്ച് സ്കെയിൽസും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ഒരു ഫ്ലോട്ട്,
ഫ്ലോട്ട് അല്ലെങ്കിൽ ബോബ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻലെറ്റ് ഫ്ലോ ഇതിലെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രഷറിനെ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോഴ്സിനെ കൊണ്ട് എന്താവും, ഇത് ഒരു ബോബ് റൈസ് ആവാനും ലോവർ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെലോസിറ്റിയും പ്രഷറും വരുന്ന കേസാണെങ്കിൽ എന്താവും, ബോബ് റൈസ് ആവും. സോ അതുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു റീഡിങ് നമുക്ക് ഈ ഒരു സ്കെയിലിൽ നിന്നും എടുക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്കത് എത്രത്തോളം റേറ്റ് ഓഫ് ഫ്ലോയിലാണ് പോകുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് റോട്ടാമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു മീറ്ററാണ് ബെൻഡ് മീറ്റർ അല്ലെങ്കിൽ എൽബോ ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലും ഫ്ലോ മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ 90 ഡിഗ്രിയിലാവുന്നുള്ളൂ. അതായത് ഒരു ബെൻഡ് ഷേപ്പിലായിരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ബെൻഡിൻ്റെ രണ്ട് സൈഡിലും എന്തെങ്കിലും സെൻസറൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽസ് എടുത്തിട്ടായിരിക്കും ആ പ്രഷർ ഡിഫറൻസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, ഇങ്ങനൊരു ഡിവൈസ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ വരുന്നൊരു കേസാണ് ഹോട്ട് വയർ അനിമോമീറ്റർ. അപ്പോൾ അത് ഗ്യാസ് വെലോസിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് കുറച്ച് ഇലക്ട്രിക്കലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ചസ് ഒക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടക്റ്റിംഗ് വയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതിന് ഒരു സെറാമിക് ട്യൂബിൻ്റെ ഉള്ളിൽ ആ കണ്ടക്റ്റിംഗ് വയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഗ്യാസ് നല്ല വെലോസിറ്റിയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടും. ആ ടൈമിൽ ഇവിടുത്തെ ഈ ഒരു കണ്ടക്റ്റിംഗ് വയേഴ്സിന് ഹീറ്റ് ചേഞ്ച് ആവാനുള്ളൊരു സാധ്യത ഉണ്ട്. ആ ചേഞ്ചസ് വരുന്ന സമയത്ത് അത് റെസിസ്റ്റൻസ് ചേഞ്ചസ് വരാൻ സാധ്യത ഉണ്ട്. ആ ചേഞ്ചസ് ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റീഡിങ് എത്രയാണെന്നുള്ളത് കിട്ടുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ അനിമോമീറ്ററിൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഗ്യാസിൻ്റെ കേസിലാണ് കൂടുതൽ അനിമോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം ഔട്ട്സൈഡ് അനിമോമീറ്ററൊക്കെ ആണെങ്കിലും നമ്മൾ വെലോസിറ്റിയും അതിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. വെതറിങ് സ്റ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നൊരു സാധനമാണ് അനിമോമീറ്റർ. ഇവിടെ നമ്മൾ ഹോട്ട് വയർ അനിമോമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ഏരിയയിൽ കൂടെ പോകുന്ന ഗ്യാസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ഫ്ലോ നോസിൽ. ഫ്ലോ നോസിൽ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ ഒറിഫൈസ് പഠിച്ചു, അതേപോലെ തന്നെയുള്ള എലമെൻ്റാണ്. പക്ഷെ ഇവിടെ നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നത് ഒരു നോസിലായിരിക്കും എന്നുള്ള വ്യത്യാസം. അപ്പോൾ കൂടുതൽ നമ്മൾ സ്റ്റീമിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്രോൾ പമ്പിൻ്റെ കേസിൽ എങ്ങനെയാണ്, അപ്പോൾ ഇത് ഈ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഇത് ഇൻ്റർവ്യൂവിനൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പെട്രോൾ പമ്പിൽ ഫ്ലോ മെഷർമെൻറ്റ് എങ്ങനെ നടക്കുന്നു? അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് മീറ്ററിംഗ് പമ്പ് എന്നൊരു ഡിവൈസാണ് യൂസ് ചെയ്യുന്നത്. ആ പമ്പിൽ നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എമൗണ്ടിന് വരുന്ന രീതിയിൽ അത് പമ്പിങ് നടത്തുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റോ അല്ല പ്ലഞ്ചർ അറേഞ്ച്മെൻ്റ് ഒക്കെ ആ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ മീറ്ററിംഗ് പമ്പാണ് നമ്മൾ പെട്രോൾ പമ്പിൽ ഫ്ലോ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടും ആ ഫ്ലോ കൺട്രോളിന് വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഒരു കറണ്ട് മീറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട് അടുത്തതായിട്ട്. അപ്പോൾ അതും നമ്മൾ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് കറണ്ട് മീറ്റർ. ഇതുവരെ പഠിച്ച ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. വെഞ്ചറി മീറ്റർ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോ നോസിൽ റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒറിഫൈസ് മീറ്ററും റേറ്റ് ഓഫ് ഫ്ലോ കണ്ടുപിടിക്കാനാണ്. ബെൻഡ് മീറ്റർ റേറ്റ് ഓഫ് ഫ്ലോക്കാണ്. റോട്ടാമീറ്റർ റേറ്റ് ഓഫ് ഫ്ലോ. പിറ്ററ്റ് ട്യൂബ് ഒരുപാട് തവണ ചോദിച്ചതാണ് എക്സാമിൻസിന്. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഹോട്ട് വയർ അനിമോമീറ്റർ എയറിൻ്റെയും ഗ്യാസിൻ്റെയും വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു. കറണ്ട് മീറ്റർ വെലോസിറ്റി ഇൻ ഓപ്പൺ ചാനൽസ്, ഒരു ഓപ്പൺ ചാനലിലെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടേബിളിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രോബ്ലത്തിലേക്കൊന്ന് പോവാം. The question is, the coefficient of Venturi meter generally lies between ഓപ്ഷൻസ് വരുന്നത് 0.3 to 0.45,
0.5 to 0.75, 0.75 to 0.95, 0.95 to 1. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വെഞ്ചുറി മീറ്ററിനാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കൂടുതലും വരുന്നത്. അതായത് 0.9 ആ റേഞ്ചിലൊക്കെ വരുന്ന സാധനം വെഞ്ചുറി മീറ്ററാണ്. സോ ആൻസർ വരുന്നത് 0.95 to 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെഞ്ചുറി മീറ്റർ ഈസ് യൂസ്ഡ് ടു, അപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജ്, റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു ഫ്ലോയിങ് ഇൻസൈഡ് പൈപ്പിലെ, അതായത് ഒരു പൈപ്പ് ഫ്ലോയിലെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് സി. അപ്പോൾ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഇതിന് സിമിലർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുക. വെഞ്ചുറി മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ഫ്ലൂയിഡ് പ്രഷർ, ഫ്ലൂയിഡ് ഡെൻസിറ്റി, ഫ്ലൂയിഡ് സ്പീഡ്, നൺ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് എന്നൊരു ടേം ഇവിടെ കാണുന്നില്ല. സ്വാഭാവികമായും നമ്മൾ നൺ എന്ന് പറഞ്ഞിട്ട് ആൻസർ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നല്ലപോലെ ശ്രദ്ധിക്കുക. ഫ്ലൂയിഡ് സ്പീഡ്, നമുക്ക് വെഞ്ചുറി മീറ്ററിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഇക്വേഷൻ എന്തായിരുന്നു വരുന്നത്? Q is equal to A1A2 √2GH divided by square root of A1 square minus A2 square. അപ്പോൾ അവിടെ നമുക്ക് ഏരിയ, പ്രഷർ ഹെഡ്, അവിടെ ആ റീഡിംഗ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് Q കിട്ടും. ഈ Q കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതായത് Q is equal to ഏരിയ ഇൻറ്റു വെലോസിറ്റി, അത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Q ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, ഏരിയ നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഈ വെലോസിറ്റി സ്പീഡ് ഒക്കെ റിലേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് വെഞ്ചുറി മീറ്ററിൽ. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. സ്കേലാർ ക്വാണ്ടിറ്റി ആണ് സ്പീഡ്, വെക്ടറാണ് വെലോസിറ്റി എന്നുള്ള വ്യത്യാസമുള്ളൂ. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്പീഡ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ഫ്ലൂയിഡ് സ്പീഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഫോഴ്സ് പ്രസൻറ്റ് ഇൻ എ മൂവിങ് ഫ്ലൂയിഡ് ഈസ് ഇനേഷ്യ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഗ്രാവിറ്റി ഫോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 3 ഫോഴ്സും, ഈ 3 ഫോഴ്സും കൺസിഡർ ചെയ്യും, പ്രസൻറ്റ് ഉണ്ടായിരിക്കും അതിൽ. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. എ ഫ്ലോ ഇൻ വിച്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് വരുന്നത് സ്റ്റഡി ഫ്ലോ, സ്ട്രീം ലൈൻ ഫ്ലോ, ടർബുലൻറ്റ് ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഒരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ നമ്മൾ അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ അത് റെയ്നോൾഡ്സ് നമ്പർ, ഈ പല ടൈപ്പ് ഫ്ലോകൾ ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസ് അടുത്തതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സ്റ്റഡി ഫ്ലോ ആണ്. ക്വസ്റ്റ്യൻ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. ഫ്ലോയിങ് ക്വാണ്ടിറ്റി ഒരു പെർ സെക്കൻഡിൽ കോൺസ്റ്റൻ്റ് ആണ്, അതായത് ടൈമിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി മാറുന്നില്ലെങ്കിൽ അത് സ്റ്റഡി ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബാക്കിയുള്ള സ്ട്രീം ലൈനും ടർബുലൻറ്റും ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ഈസ് ഒറിഫൈസ് പ്ലേറ്റ്, വെഞ്ചുറി ട്യൂബ്, ഫ്ലോ നോസിൽ ആൻഡ് ഡോൾ ഫ്ലോ ട്യൂബ്, ഓൾ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഡിവൈസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫ്ലോയ്ക്ക് ഒബ്സ്ട്രക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം വെഞ്ചുറി മീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു കൺവേർജിങ് സെക്ഷനൊക്കെ കൊണ്ടുവന്ന് ആ ഫ്ലോനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഒറിഫൈസ് പ്ലേറ്റ് ആണെങ്കിൽ ആ പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഫ്ലോ നോസിലാണെങ്കിലും നോസിൽ കൊണ്ടുവന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഫ്ലോ ദ ചീപ്പസ്റ്റ് ഡിവൈസ് ഈസ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ഏതാണെന്നുള്ളതാണ്. വെഞ്ചുറി മീറ്റർ, ഡോൾ ഫ്ലോ ട്യൂബ്, അത് രണ്ടും ഏകദേശം
സെയിം ആണ്. വെഞ്ചറിമീറ്ററിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള രൂപമാണ് ഡോൾ ഫ്ലോ ട്യൂബ് എന്ന് പറയുന്നത്. ഫ്ലോ നോസിൽ, പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ്. അപ്പോൾ പിറ്ററ്റ് സ്റ്റാറ്റിക് ട്യൂബ് നമ്മൾ ഫ്ലോ മെഷറിങ്, അതിൻ്റെ വെലോസിറ്റി മെഷർമെൻറ്റിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്ലോ നോസിൽ, അത് ഏകദേശം ഒറിഫൈസും ഫ്ലോ നോസിലും ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. അപ്പോൾ ഒറിഫൈസാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ വളരെ സിമ്പിളാണ്. ഒരു പ്ലേറ്റും ഒരു ഓപ്പണിങ്ങും മാത്രം മതി ഒറിഫൈസിന്. അപ്പോൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഫ്ലോ നോസിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഫ്ലോ നോസിലാണ്. നെക്സ്റ്റ്, വെഞ്ചറിമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഫ്ലോ റേറ്റ് ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ പൈപ്സ് വെൻ ദ പൈപ്പ് ഈസ് ഇൻ ഡാഷ് പൊസിഷൻ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്. അപ്പോൾ വെഞ്ചറിമീറ്റർ നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഹൊറിസോണ്ടലായാലും വെർട്ടിക്കലായാലും ഇൻക്ലൈൻഡ് ആയാലും ഒന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എനി പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോഡിഫൈഡ് ഫോം ഓഫ് വെഞ്ചറി ട്യൂബീസ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ പറഞ്ഞു ഡോൾ ട്യൂബാണ് വെഞ്ചറിമീറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് ഫോം. ഡോൾ ട്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് എൻഡ് വേർഷനാണ്, വെഞ്ചറിമീറ്ററിൻ്റെ ഒരു ഷോർട്ട് എൻഡ് വേർഷനാണ് ഡോൾ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ പിറ്ററ്റ് ട്യൂബ് നമ്മൾ പറഞ്ഞു ആ ഒരു എൽ ഷേപ്പിലുള്ള വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പിറ്ററ്റ് ട്യൂബ്. റോട്ടാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്ലോട്ടുള്ള ഗ്ലാസ് ട്യൂബ്, അതിൻ്റെ മുകളിൽ സ്കെയിൽ ഉണ്ടാവും. പിന്നെ വെയേഴ്സ് ആൻഡ് നോച്ചസ് എന്ന് പറയുന്നത് ഒരു പൈപ്പിലൂടെ അല്ലെങ്കിൽ ട്യൂബിലൂടെയുള്ള ഫ്ലോ മെഷർ ചെയ്യാനല്ല, ഓപ്പൺ ചാനൽസിൻ്റെ ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് വെയേഴ്സ്, നോച്ചസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും നമ്മൾ അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു ചാനൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ആവശ്യമാണ് ചാനലിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തും ഡിസ്കസ് ചെയ്തിട്ടുമൊക്കെ സഹകരിക്കുക. നിങ്ങളെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ്, ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളെ വാല്യബിൾ കമൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.